നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഇന്ത്യയിലെ ഒരു പ്രധാന ക്ഷേത്രം. ആ രാജ്യത്തെ ഭരണസിരാ കേന്ദ്രമാണ് ആ ക്ഷേത്രം. ക്ഷേത്രം അടിച്ചുവാരാനും വൃത്തിയാക്കാനുമൊക്കെ സുന്ദരികളായ സ്ത്രീകൾ. അവരെ ദേവദാസികളെന്ന് ലോകം വിളിച്ചു. അവർ ദേവനു വേണ്ടി പാടി ആടി. അവർ നെറുകയിൽ സിന്ദൂരമണിഞ്ഞു, മാറിൽ താലി ചാർത്തി. ക്ഷേത്രത്തിലെ ദേവനെ അവർ സ്വന്തം ഭർത്താവായി കണ്ട് പൂജിച്ചാണ് ജീവിക്കുന്നത്. രാത്രിയാകുമ്പോൾ ക്ഷേത്രത്തിന്റെ പിൻവഴിയിലൂടെ എത്തുന്ന പ്രമാണിമാർ കഴുകൻ കണ്ണുകളോടെ അവരുടെ ശരീരത്തെ സൂക്ഷിച്ചു നോക്കും. തക്കം കിട്ടുമ്പോൾ അവർ ആ ശരീരത്തിലേക്ക് പാഞ്ഞു കയറും. ആ സ്ത്രീ ശരീരങ്ങളുടെ പേരാണ് ദേവദാസികൾ. ഇന്നും പെണ്ണിന്റെ സമ്മതത്തിന് വലിയ വില കൊടുക്കാത്ത നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഈ സമ്പ്രദായത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്തായാലും കമന്റ് ബോക്സിൽ എഴുതൂ. ക്ഷേത്രങ്ങളിലെ ജോലികൾ നിർവഹിക്കുന്നതിനും നൃത്തവും പാട്ടും അവതരിപ്പിക്കുന്നതിനും വേണ്ടി ദേവന് നേർച്ചയായി സമർപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ പേരാണ് ദേവദാസികൾ. ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സമ്പ്രദായം എന്ന നിലയ്ക്ക് ഇത് ആവിർഭവിച്ചത് തെക്കേ ഇന്ത്യയിലാണെന്ന് കരുതപ്പെടുന്നു. പശ്ചിമേഷ്യ, ഈജിപ്ത്, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ദേവാലയങ്ങളെ കേന്ദ്രീകരിച്ചും ഇത്തരത്തിലുള്ള ഒരു സമ്പ്രദായം നടന്നിരുന്നു. അതിന്റെ ഒരു ഇന്ത്യൻ വേർഷനാണ് ദേവദാസി സമ്പ്രദായം. നാരിവേട്ട മറ്റൊരു രൂപത്തിലും ഭാവത്തിലും ആർഷഭാരത ചരിത്രത്തിൽ എതിർപ്പുകൾ ഏതുമില്ലാതെ ആഘോഷിക്കപ്പെട്ടിരുന്നു എന്ന വസ്തുതയാണ് ദേവദാസി സമ്പ്രദായം. ഇരയാക്കപ്പെടേണ്ടവളാണ് സ്ത്രീ എന്ന ഉറച്ചു വിശ്വസിച്ചിരുന്നൊരു സംസ്കാരത്തിന്റെ ഇങ്ങേയറ്റത്തുള്ളവർ തന്നെയാണ് നമ്മൾ എന്നാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തിനു വേണ്ടി എന്ന നാട്യത്തിൽ മേലാളരുടെ നീചാവശ്യങ്ങൾക്കായി പെണ്ണിനെ ചമച്ചൊരുക്കിയ ഭൂതകാലമാണ് ഭാരതത്തിനുള്ളത്. അഥർവ വേദകാലം മുതലേ നിലനിന്നിരുന്ന ഒരു ദുരാചാരമാണ് ദേവദാസി സമ്പ്രദായം. ശൂദ്ര സ്ത്രീകളാണ് ദേവന്മാരുടെ ദാസികളായി ക്ഷേത്രങ്ങളിലേക്ക് അർപ്പിക്കപ്പെട്ടിരുന്നത്. ദേവദാസികളായവർ ദേവന്മാരുടെ ഭൂമിയിലെ പ്രതിനിധികളായി കണക്കാക്കപ്പെട്ടിരുന്നു. അവർ സവർണരുടെ ആവശ്യങ്ങൾ എല്ലാ അർത്ഥത്തിലും നിറവേറ്റിക്കൊടുക്കാൻ വിധിക്കപ്പെട്ടവരുമാണ്. വേശ്യയേക്കാൾ കൂടിയ സ്ഥാനമോ പരിഗണനയോ ലഭിച്ചിരുന്നവരായിരുന്നില്ല ദേവദാസികൾ. സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടിരുന്ന വിഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ ഭംഗിയുള്ളൊരു പേരിനു കീഴിൽ അണിനിരത്തിക്കൊണ്ടുള്ള വേശ്യാവൃത്തിയുടെ സ്ഥാപനവൽക്കരണം മാത്രമായിരുന്നു ദേവദാസി സമ്പ്രദായം എന്ന് വേണമെങ്കിൽ പറയാം. ദൈവത്തിന്റെ ദാസി എന്ന അർത്ഥത്തിലുള്ള ദേവദാസി ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നൃത്തമാടിയിരുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന പദമാണ്. ഭാരതത്തിലുടനീളം ഒരു കാലത്ത് ഈ സമ്പ്രദായം നിലവിലുണ്ടായിരുന്നതായി കരുതപ്പെടുന്നുവെങ്കിലും ഈ സമ്പ്രദായത്തിന്റെ ഉൽപ്പത്തി മതപരമായ പ്രമാണങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നില്ല. പല പ്രദേശങ്ങളിലും വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളാണ് ദേവദാസികൾക്ക് ഉണ്ടായിരുന്നത്. ഈ സമ്പ്രദായം 6-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചെന്നാണ് കരുതപ്പെടുന്നത്. ചെറുപ്പക്കാരായ പെൺകുട്ടികൾ ദേവനെ വിവാഹം കഴിച്ച് ജീവിക്കും. അതിനുശേഷം അവർ ക്ഷേത്ര പരിപാലകരായി പ്രവർത്തിക്കുകയും ദേവന്റെ ബഹുമാനാർത്ഥം നൃത്തവും സംഗീതവും ഉൾപ്പെടെ എല്ലാ ആചാരങ്ങളും നടത്തുകയും ചെയ്യും. ദേവദാസികളുടെ ഉൽപ്പത്തിയെക്കുറിച്ച് ഒന്നിലധികം ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ശ്രീകൃഷ്ണന്റെ മരണശേഷം നിരാലംബരായ 16,000 ഭാര്യമാർ ദേവദാസികളായി മാറി എന്നാണ് അതിലൊരു കഥ. മറ്റൊരു കഥയനുസരിച്ച് സാഗപുത്രിമാരെയെല്ലാം ഭരതൻ തന്റെ ഭാര്യമാരാക്കുവാനായി കൂട്ടിക്കൊണ്ടുവരികയും അതിൽ ഒരാൾക്ക് മാത്രം ഭാര്യാപദവി നൽകുകയും ബാക്കിയുള്ളവരെ 8 ഗണങ്ങളായി തിരിച്ച് ക്ഷേത്രങ്ങളിൽ വേശ്യാവൃത്തിക്ക് നിയോഗിക്കുകയും ചെയ്തു. ഇവരാണത്രേ പിന്നീട് ദേവദാസികളായി മാറിയത്. എന്നാൽ ദേവദാസികളുടെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള കഥകളിൽ സമൂഹത്തിൽ ഏറെ പ്രചാരം ലഭിച്ച കഥ മറ്റൊന്നാണ്. ദേവാസുര യുദ്ധത്തിൽ മരണപ്പെട്ട അസുരന്മാരുടെ ഭാര്യമാർ കൂട്ടമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു. അവരെല്ലാം കൂടി ഇന്ദ്രനെ ചെന്ന് കണ്ട് സങ്കടമുണർത്തുകയും തങ്ങൾ എന്തു ചെയ്യണമെന്ന് ആരായുകയും ചെയ്തു. രാജാക്കന്മാരുടെ അരമനകളിലോ ദേവാലയങ്ങളിലോ താമസിച്ച് വേശ്യാവൃത്തി നടത്തുവാൻ ഇന്ദ്രൻ അവരെ ഉപദേശിച്ചു. സമ്മാനങ്ങളുമായി വരുന്നവരെ മാത്രമേ സ്വീകരിക്കേണ്ടതുള്ളെന്നും തങ്ങൾക്കു ലഭിക്കുന്ന സമ്മാനങ്ങളിൽ നിന്ന് കന്നുകാലികൾ, ധാന്യങ്ങൾ, സ്വർണം എന്നിവ ബ്രാഹ്മണർക്ക് നൽകണമെന്നും കൂടി ഇന്ദ്രൻ അവരോട് പറഞ്ഞു. ഞായറാഴ്ച തോറും സുഗന്ധതൈലങ്ങൾ പൂശി കുളിക്കുകയും അതിനുശേഷം വാസനദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ഒരുങ്ങുകയും ചെയ്ത അവർ കാമദേവനെ ആരാധിച്ചുകൊണ്ടേയിരുന്നു. കാമദേവന്റെ ഓരോ അവയവവും സ്പർശിച്ചുകൊണ്ടുള്ള ആ ആരാധന 13 മാസം വരെ തുടർന്നു. 14-ാം മാസത്തിൽ സുഗന്ധദ്രവ്യങ്ങളാലും പുഷ്പങ്ങളാലും ആഭരണങ്ങളാലും മനോഹരങ്ങളായ പരവതാനികളായും അലങ്കരിച്ചുകൊണ്ട് കാമദേവനു വേണ്ടി മെത്ത ഒരുക്കുകയും ശേഷം അവർ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു: ഹേ വിഷ്ണു, കാമവും കേശവനുമായി ഞങ്ങൾ ഒരു വ്യത്യാസവും കാണുന്നില്ല. അങ്ങ് കമലത്തെ ഉപേക്ഷിക്കാത്തതുപോലെ ഞങ്ങളെയും ഉപേക്ഷിക്കരുതേ. ഞങ്ങളുടെ ശരീരം അങ്ങ് സ്വീകരിച്ചാലും. വിഷ്ണു ഭഗവാൻ അവരിൽ പ്രസാദിക്കുകയും കാമത്തിന്റെ സുവർണ രൂപം ബ്രാഹ്മണർക്ക് നൽകുകയും ചെയ്തു. അന്നു മുതൽ ഞായറാഴ്ചകൾ തോറും ബ്രാഹ്മണർക്ക് വേണ്ടി പട്ടുമെത്തയൊരുക്കി ദേവദാസികൾ കാത്തിരിക്കും. അവർ ദേവദാസികൾക്ക് ഒരു സമ്മാനവും കൊടുക്കേണ്ടതില്ല.
കാമത്തിന്റെ സുവർണരൂപം സ്ഥിതി ചെയ്യുന്ന ബ്രാഹ്മണർക്ക് ദേവദാസികൾ സമ്മാനങ്ങൾ നൽകണം. ആർഷഭാരത സമൂഹത്തിൽ ദേവദാസികൾ ഒരു അവിഭാജ്യ ഘടകം തന്നെയായിരുന്നു. ഇന്ത്യയുടെ ശാസ്ത്രീയ നൃത്തങ്ങൾ ദേവദാസികൾ അഭ്യസിപ്പിച്ച് വികസിപ്പിച്ചവർ കൂടിയാണ്. ക്ഷേത്രത്തിൽ താമസിക്കുന്നവർ മുഴുവൻ സമയവും കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. തമിഴ്നാട്ടിലെ ദേവദാസികൾ അവതരിപ്പിക്കുന്ന സതിർ നൃത്തത്തിന്റെ ആധുനിക പതിപ്പാണ് ഭരതനാട്യം. ഒറീസയിലെ ക്ഷേത്രത്തിലെ ദേവദാസികളാണ് ഒഡീസി അവതരിപ്പിച്ചത്. ദേവദാസികൾ സംഗീതത്തിലും കാര്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഒരു കാലത്ത് സമൂഹത്തിൽ വലിയ സ്ഥാനവും പദവിയും പണവും ഉണ്ടായിരുന്നവരായിരുന്നു ഈ കൂട്ടർ. 10ാം നൂറ്റാണ്ടോടുകൂടി ദേവദാസിമാർ നാട്ടുപ്രമാണിമാരുടെയും ഉന്നത ജാതിയിലുള്ള പുരുഷന്മാരുടെയും ദാസികളായി മാറി തുടങ്ങി. ഇന്ത്യയിലേക്ക് അധിനിവേശത്തിനെത്തിയവർ ക്ഷേത്രങ്ങൾ തകർക്കാൻ ആരംഭിച്ചതോടെ ഇവരുടെ ജീവിതവും മാറിമറിഞ്ഞു. ഇവർ നിരന്തരം ചൂഷണത്തിനിരയായി. സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും എല്ലാം പേരിൽ ദുരാചാരങ്ങൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നതിന് തെളിവാണ് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ഇന്നും തുടരുന്ന ദേവദാസി സമ്പ്രദായം. ഇന്നും പല ക്ഷേത്രങ്ങളിലും സ്ത്രീവിരുദ്ധ ഉപാസനകൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആഘോഷിക്കപ്പെടുന്നു. ദേവദാസിയാകാൻ വിധിക്കപ്പെട്ട പെൺകുട്ടി തന്റെ അനുഭവം പങ്കുവെക്കുന്നത് നോക്കുക. +2 കഴിഞ്ഞ് കോളേജിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ പഠിപ്പിക്കാൻ പണമില്ലാത്തതിനാൽ ദേവദാസിയായാൽ മതിയെന്ന് അച്ഛൻ പറഞ്ഞു. നിറകണ്ണുകളോടെ ആ പെൺകുട്ടി തന്റെ കഥ പറയുമ്പോൾ ക്ഷേത്ര നടയിലോ അരമനയിലോ സ്വർണ്ണാഭരണ വിഭൂഷിതയായി ദൈവങ്ങളുടെ സേവിക്കുന്നവരുടെയല്ല, മുഖത്തുപൂശിയ ചായങ്ങൾക്ക് മുകളിൽ നിർജീവമായൊരു പുഞ്ചിരി പടർത്തി നിസ്സാര വിലയ്ക്ക് തങ്ങളുടെ ശരീരം വിൽക്കുന്നവരുടെ കലങ്ങിയ ഹൃദയങ്ങളാണ് നമുക്ക് ഓർമ്മ വരിക. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര, ആന്ധ്ര തുടങ്ങിയ ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും കൊട്ടും കുരവയുമായി വലിയ ആഘോഷത്തോടെയാണ് മാഘപൗർണിമയെ വരവേൽക്കുന്നത്. അന്നാണ് ദരിദ്ര കുടുംബത്തിൽ പെൺകുട്ടികൾ തങ്ങളുടെ ശരീരം നേർച്ചയാക്കുന്നത്. 1980-ൽ കർണാടക സർക്കാർ ദേവദാസി സമ്പ്രദായം നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും കർണാടകയിലെ പല ഉൾപ്രദേശങ്ങളിലും വലിയ ആഘോഷമായി തന്നെ അത് നടക്കുന്നുണ്ട്. കർണാടകയിലെ പല സ്ഥലത്തും ദേവദാസി സമ്പ്രദായം നിലനിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഉച്ചുങ്കി മലയിലെ ദുർഗാക്ഷേത്രം. മാഘപൗർണമിയുടെ തലേന്ന് മുതൽ ക്ഷേത്രത്തിലേക്ക് ആളുകളുടെ ഒഴുക്കായിരിക്കും. അപരിചിതർക്ക് പെട്ടെന്ന് എത്തിപ്പെടാനാകാത്ത ഊടുവഴിയിലൂടെയാണ് ഉച്ചുങ്കി മലയിൽ എത്തിച്ചേരുക. അവിടെ ദരിദ്രരായ മാതാപിതാക്കൾ തങ്ങളുടെ പെൺകുട്ടികളുമായി എത്തുന്നു. ക്ഷേത്രത്തിനകത്തെ ഒരു മുറിയിലാണ് പൂജകൾ നടക്കുന്നത്. പൂജിച്ച തളികയിൽ ഋതുമതികളായ പെൺകുട്ടികളെ നഗ്നരാക്കി ഇരുത്തിയാണ് പൂജ നിർവഹിക്കുന്നത്. മാതാപിതാക്കളും ക്ഷേത്ര ഭാരവാഹികളും പൂജാരികളും മാത്രമാണ് അവിടെ ഉണ്ടാകുക. നേർച്ചയാക്കപ്പെടുന്ന പെൺകുട്ടികൾ പൂജ കഴിയുന്നതോടെ നാട്ടുപ്രമാണിമാരുടെ ചോദ്യം ചെയ്യപ്പെട്ടുകൂടാത്ത അവകാശമായി തീരുന്നു. പുതിയ ആളുകൾ ദേവദാസികളായി മാറുന്നതോടെ ആരോഗ്യം ക്ഷയിച്ചവർ പുതിയ ആവശ്യക്കാരെ തേടി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു. ഇവരിൽ പലരും HIV വാഹകരാണെന്ന് കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന NGO പറയുന്നത്. ദൈവങ്ങളുടെ കാവൽക്കാർ ഭരിക്കുന്ന അമ്പലങ്ങളും തെരുവിൽ വലയൊരുക്കി കാത്തിരിക്കുന്ന സാമൂഹിക ദ്രോഹികളുമെല്ലാം ദേവദാസികൾക്ക് ഒരുപോലെ തന്നെയാണ്. എല്ലാവർക്കും വേണ്ടത് അവരുടെ ശരീരം മാത്രം. നടവഴികളിൽ പുഴുവരിച്ചു തീരാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് ദേവദാസികൾ. പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളുടെ എക്കാലത്തെയും പ്രതിനിധികളാണ് ഇന്ത്യയിലെ ദേവദാസികൾ. 3 കാര്യങ്ങളാണ് സ്ത്രീകളെ ഈ തൊഴിലിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തേത് ജാതീയത, രണ്ടാമത്തേത് ദാരിദ്ര്യം, മൂന്നാമത്തേത് നിസ്സഹായത. നമ്മുടെ കേരളവും മധ്യകാലഘട്ടത്തിൽ ദേവദാസി സമ്പ്രദായത്തിന്റെ ബീഭത്സതയ്ക്ക് വളരെ വലിയ അളവിൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കേരളത്തിലേക്ക് കുടിയേറിയ ആര്യബ്രാഹ്മണരിലൂടെ മധ്യകാലഘട്ടത്തിൽ സംസ്കൃതത്തിന്റെയും തമിഴിന്റെയും സങ്കരമായി വികസിച്ചു വരികയും പിൽക്കാലത്ത് മലയാള ഭാഷയുടെ ജന്മത്തിനു നിമിത്തമായി തീരുകയും ചെയ്ത മണിപ്രവാള സാഹിത്യത്തിന്റെ ഏറിയും കൂറും ദേവദാസി വർണ്ണനകൾ കൊണ്ടാണ് നിറഞ്ഞു നിൽക്കുന്നത്. പ്രമുഖ ചരിത്രകാരനായ ശ്രീധരൻ മേനോൻ അദ്ദേഹത്തിന്റെ കേരള ചരിത്ര ശില്പികൾ എന്ന പുസ്തകത്തിൽ ഉണ്ണിയാടി എന്ന അധ്യായത്തിൽ കേരളത്തിന്റെ ദേവദാസി അനുഭവങ്ങളിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. ഇന്നും നമ്മുടെ നാട്ടിൽ പുലർന്നു വരുന്ന ഈ ദുരാചാരത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിസ്സഹായരായ പെൺകുട്ടികളിൽ പലരും ഈ ആചാരത്തിന്റെ പേരിൽ വേശ്യാവൃത്തിയിലേക്ക് എത്തുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിൽ നമ്മുടെ ഭരണാധികാരികൾക്കും വലിയ പങ്കുണ്ട് അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതൂ.